മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാവർക്കും തിരുവോണ നാളിൻ്റെ ഓണാശംസകൾ. ഇന്ന് നമുക്കെല്ലാവർക്കും വീണ്ടും ഓർക്കാനുള്ള ഒരു അവസരമാണ് ഈ പൊന്നോണ ദിവസം. കാരണം നമ്മൾ കേട്ടിരിക്കുന്ന ചരിത്രപ്രകാരം മഹാബലി ചക്രവർത്തിയെ വീണ്ടും വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നാം അത്തപ്പൂക്കൾ ഒരുക്കി, ഓണസദ്യ ഒരുക്കി, പുത്തൻ ഉടുപ്പുകൾ ധരിച്ച് എല്ലാം നമ്മൾ മറന്ന് ഒന്നിച്ച് വരവേൽക്കാൻ തയ്യാറാകുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസം നമ്മൾ ഓർക്കേണ്ടതൊന്നുണ്ട്. മഹാബലി ചക്രവർത്തി ഒരു അസുര ചക്രവർത്തി ആയിരുന്നിട്ടും എന്തുകൊണ്ടിന്നും മനുഷ്യ മനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേട്ടിരിക്കുന്ന കഥ ഇങ്ങനെയാണ്. മഹാബലി ചക്രവർത്തിയുടെ അടുത്ത് 3 അടി മണ്ണ് ചോദിച്ചു എന്നാണ്. ആ 3 അടി മണ്ണ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. 1 ആകാശം, 2 ഭൂമി അളർന്നു, 3-മത്തത് എന്ത്? അപ്പോഴാണ് ആ വിശാല മനസ്സുള്ള മഹാബലി ചക്രവർത്തി വളരെ നിരഹങ്കാരിയായി ആ വാമനന്റെ മുന്നിൽ തൻ്റെ ശിരസ് കുനിച്ചു കൊടുത്തത്. എന്ന് വെച്ചാൽ അർത്ഥം എന്ത്? മഹാവിഷ്ണുവായിരിക്കുന്ന ഭഗവാൻ അവരുടെ ശിരസ് ചവിട്ടി താത്തു എന്നാണ് കഥ. അവിടെ ചവിട്ടി താത്തു എന്നല്ല, ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭഗവാന്റെ മനസ്സിൽ, ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു മഹാബലി ചക്രവർത്തിയിൽ ഉണ്ടായിരുന്ന ഗുണവിശേഷത എന്ത്? 1 വിശാല മനസ്സുള്ളവൻ, 2 മഹാദാനിയായിരുന്നു, 3 നാനത്വത്തിൽ ഏകത്വം കൊണ്ടുവന്നവനായിരുന്നു. യാതൊരു തരത്തിലുള്ള ഭേദഭാവം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ന അഹംഭാവത്തെ വിട്ട് നമ്മൾ എല്ലാം ഒന്നാണ് എന്ന ഭാവന ആ ജനമനസ്സുകളിൽ ഉണ്ടാക്കിയെടുത്തതായിരുന്നു ചക്രവർത്തി. എപ്പോഴാണ് നമ്മുടെ ഉള്ളിലും ഈ ഒരു മഹാബലി അർപ്പണമായി നമ്മുടെ ജീവിതത്തെയും വിശാലമാക്കുകയാണെങ്കിൽ, മനസ്സിൽ നന്മകൾ നിറയ്ക്കുകയാണെങ്കിൽ, നമുക്കും ആ ഒരു കാലഘട്ടത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി എൻ്റെയും ഗുഡ് വിഷസ് മീഡിയയുടെയും ഓണാശംസകൾ.